കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്ന ഈ സമയത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും മേലിരുന്ന് നിങ്ങളെല്ലാം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവിൻ്റെ വചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം 1 തിരുവചനം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. കർത്താവിൻ്റെ വചനം, പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് തരുന്ന വചനം, കർത്താവ് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോട് കേൾക്കുന്ന ദൈവമാണ്, അതിന് മറുപടി തരുന്ന ദൈവമാണ്. അങ്ങനൊരു ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നമുക്കിന്ന് ജീവനുള്ള ദൈവം ഉള്ളതിനാൽ നമ്മളും ജീവിക്കുന്നു. നമുക്ക് ജീവൻ തരികയും അത് സമൃദ്ധിയായി തരികയും ചെയ്യാൻ കഴിവുള്ള ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ മുറുകെ പിടിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു തമാശയായിട്ട് ആരും എടുക്കരുത്. ദൈവവചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം സ്നേഹിക്കും, ദൈവം അവനെ കൊണ്ടു നടക്കും. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 4 അധ്യായം 8 വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറം തരുവാൻ കഴിവുള്ള സ്വർഗീയ പിതാവ് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നമ്മളെല്ലാവരും താഴ്മയോട് നിൽക്കുവാൻ തക്കവിധം കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരെവിടെ ആയിരുന്നാലും അവരെ എല്ലാം അനുഗ്രഹിച്ച് വിശദീകരിക്കണമേ. അങ്ങയുടെ സ്നേഹ ഭണ്ഡാരത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, അവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. ദൈവമേ, അവർ ചിന്തിക്കുന്നതിലപ്പുറം ഈ പുതുവർഷത്തിൽ കൊടുക്കുവാൻ കഴിവുള്ള കർത്താവ് അവർക്കായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരിയ്ക്കുന്നോ, എന്തിനു വേണ്ടി ദാഹിക്കുന്നോ, എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നോ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നോ, അതെല്ലാം ചെയ്തു കൊടുക്കുവാൻ കഴിവുള്ള കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അതോടൊപ്പം എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർത്ത് അണയ്ക്കുന്നു. ഞാനും എൻ്റെ ഭർത്താവും മക്കളും മരുമക്കളും കുഞ്ഞുമക്കളും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം, അതോടൊപ്പം എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പുറപ്പെട്ട് രൂപം കൊണ്ട എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും മക്കളുടെയും കുഞ്ഞുമക്കളുടെയും എല്ലാ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ സ്നേഹ ഭണ്ഡാരത്തിൽ ഞങ്ങളെ ചേർത്തണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ സഹോദരങ്ങളോടൊപ്പം കർത്താവെ, ഈ പ്രാർത്ഥന അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ പൊന്നു പിതാവിൻ്റെ വിലയേറിയ സ്നേഹം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒഴുകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ